കേരളത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച് രാജ്യത്തെ പ്രമുഖ ഏജൻസികളിൽ ഒന്നായ പോൾ ട്രാക്കറിന്റെ പ്രീ പോൾ സർവേ പ്രവചനം. UDFന് 76 മുതൽ 85 സീറ്റുകളാണ് പോൾ ട്രാക്കർ പ്രവചിക്കുന്നത്. UDFന് 42.8% മുതൽ 44.2 വോട്ടുകൾ ലഭിക്കുമെന്നും സർവേ പറയുന്നു. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ പോൾ ട്രാക്കറിന്റെ കേരളത്തിലെ ഭരണമാറ്റം സംബന്ധിച്ച ഏറ്റവും പുതിയ പ്രവചനമാണിത്. ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായ തരംഗത്തിനും ഭരണമാറ്റത്തിനും വഴിതെളിക്കുമെന്ന് സർവേ സൂചിപ്പിക്കുന്നു. 55 മുതൽ 60 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ എന്നതിനാൽ LDF പ്രതിപക്ഷമാകുമെന്നും സർവേ പറയുന്നു. LDFന് 37.5% മുതൽ 39.5% വോട്ടുകളാണ് ഇവർ കണക്കുകൂട്ടുന്നത്. BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിക്ക് 1 മുതൽ 3 സീറ്റുകളെ ലഭിക്കാൻ ഇടയുള്ളൂവെന്നും സർവേ പ്രവചിക്കുന്നു. NDAയുടെ വോട്ടിംഗ് ശതമാനം 13.5 മുതൽ 14.8 വരെയാണ്. ഭരണവിരുദ്ധ വികാരം കൂടാതെ BJP CPM അന്തർധാര ആരോപണം, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നിവയും സർക്കാരിന് എതിരായ ജനവിധിക്ക് കാരണമാകുമെന്ന് സർവേ വിലയിരുത്തുന്നു. കേരളത്തിൽ BJP CPM രഹസ്യധാരണയുണ്ടെന്ന ആരോപണം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ UDFന് ഗുണം ചെയ്യും. 50-ൽ ഏറെ മണ്ഡലങ്ങളിൽ ന്യൂനപക്ഷ വോട്ട് ഏകീകരണത്തിന് ഇത് കാരണമാകാം. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളിലെ സർക്കാർ നിലപാട് കൂടാതെ ആരോഗ്യമേഖലയിലെ പോരായ്മകൾ, സജീവമായ മറ്റ് അഴിമതി ആരോപണങ്ങൾ എന്നിവ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണെന്ന് പോൾ ട്രാക്കർ വിലയിരുത്തുന്നു. ജാതിമത സാമുദായിക വേർതിരിവുകൾക്ക് അതീതമായി UDFന് അനുകൂലമായ ശക്തമായ തരംഗം സംസ്ഥാനത്ത് പ്രകടമാണ്. ഇത് വോട്ട് വിഹിതത്തിലുണ്ടാക്കുന്ന വർധനവ് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. LDF സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് ഭരണമാറ്റത്തിന് വഴിതെളിക്കുമെന്നും സർവേ വ്യക്തമാക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളത്തിലെ ചാനലുകളിൽ വന്ന മിക്കവാറും മീഡിയ സർവേകൾ തട്ടിക്കൂട്ട് കറക്കിക്കുത്ത് ഏർപ്പാടുകളാണെന്ന ആക്ഷേപമുണ്ട്. ഇൻഫോഗ്രാഫിക്സ് വെച്ച് തയ്യാറാക്കിയവയാണ് ഇവയെന്ന സംശയം ശക്തമാണ്. വൻ തുക കൈപ്പറ്റി നടത്തിയ PR വർക്കായി ഇതിനെ കാണുന്നവർ ഏറെയാണ്. 140 മണ്ഡലങ്ങളിൽ ഒരു നല്ല റീപ്രസന്റേഷൻ സാമ്പിൾ 1000 വീതമായ 1,40,000 സാമ്പിൾ ഉള്ള എത്ര സർവേകൾ ആരൊക്കെ എപ്പോൾ എങ്ങനെ എവിടെ നടത്തി? ഇക്കാര്യങ്ങൾ പറയാതെ ഏത് ഏജ് ഗ്രൂപ്പ്, എത്ര പഞ്ചായത്ത്, ജെൻഡർ ഒന്നും പരാമർശിക്കാതെ വെറുതെ കൊട്ടത്താപ്പ് കണക്ക് വെച്ചുള്ള ഇൻഫോഗ്രാഫിക്സ് തട്ടിക്കൂട്ടാണ്. ചാനലുകൾ തോൽക്കും എന്ന് ഉറപ്പിച്ചു പറയുന്ന പലരും വിജയിക്കുമെന്ന് പറയുന്ന പലരും തോൽക്കും. യഥാർത്ഥ ജനവിധി അറിയും വരെ കാത്തിരിക്കണമെന്ന് മാത്രം.